അപ്പോൾ കുഴൽക്കിണറിലേക്ക് ക്യാമറ ഇറക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 10 മീറ്ററോളം ഇപ്പോൾ ചങ്ങായിമാർ അന്നത്തെ പരിപാടി ഇന്നൊരു വെറൈറ്റി സംഭവമാണ് നമ്മൾ ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. എല്ലാവരുടെ വീട്ടിലും ഒരുവിധ ആൾക്കാരുടെ വീട്ടിലൊക്കെ ഇപ്പോൾ കുഴൽക്കിണറാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുഴൽക്കിണറിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സംഗതികളാണ് ഉള്ളതെന്നുള്ളത് ആർക്കും കാണാൻ വേണ്ടി കഴിയില്ല. സാധാ കിണറിൻ്റെ മാതിരിയല്ല. കുഴൽക്കിണറിൻ്റെ അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളിൽ എന്തൊക്കെ സംഗതിയാണ് നടക്കണമെന്നുള്ളത് ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് ഇന്നലെ കുഴിച്ച കുഴൽക്കിണറാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇന്ന് ക്യാമറ ഇറക്കി നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്തൊക്കെ സംഗതികളാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കണമെന്നുള്ളത് നമുക്ക് ക്യാമറ ഇറക്കി കഴിഞ്ഞ് നോക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഈ കുഴൽക്കിണറിലേക്ക് ഇറക്കാൻ ഉപയോഗിക്കുന്ന ക്യാമറ GoPro Hero 10 ആണ്. ഇത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഒരു കൊല്ലം മുന്നേ 28 റുപ്യ അന്നത്തെ വില കേട്ടോ. ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ കൂടിയിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ ക്യാമറ വെച്ചിട്ടാണ് നമ്മൾ ഈ കുഴൽക്കിണറിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ GoPro Hero 10 ഇത് 1 മീറ്റർ വെള്ളത്തിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല എന്നാണ് ഇതിൻ്റെ കമ്പനി അവകാശപ്പെടുന്നത്. എന്നാലും നമ്മളൊരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇത് കംപ്ലീറ്റ് കവറിൽ പൊതിഞ്ഞിട്ടാണ് നമ്മൾ ഈ കുഴൽക്കിണറിലേക്ക് ഇറക്കി നോക്കുന്നത്. പിന്നെ നമുക്കിത് കംപ്ലീറ്റ് ഈ ക്യാമറ ഒരു കവറിൽ കെട്ടിയിട്ട് സുരക്ഷിതമായിട്ട് ടാപ്പൊക്കെ ചുറ്റിയിട്ട് കയറും കെട്ടിയിട്ട് ഇറക്കി നോക്കുക. അപ്പോൾ ക്യാമറ കംപ്ലീറ്റ് നമ്മൾ വെള്ളം കടക്കാത്ത വിധത്തിൽ കംപ്ലീറ്റ് കവറിൽ ബന്ധിപ്പിച്ചിട്ട് ഒരു ബോൾട്ട്, ലോറിൻ്റെ വീൽ ബോൾട്ടാണ് കനത്തിന് വേണ്ടി വെച്ച്, പിന്നെ അതുപോലെ ടോർച്ച്, ക്യാമറ, ഈ 3 ഐറ്റംസാണ് നമ്മൾ കിണറിലേക്ക് ഇറക്കി നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കുഴൽക്കിണറിലേക്ക് ക്യാമറ ഇറക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ക്യാമറ ഒക്കെ ഒന്ന് ഓണാക്കി നോക്കുക, വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണമല്ലോ. ക്യാമറയിൽ ടോർച്ച് ഓണാണ്. ക്യാമറ താഴെ ഏകദേശം 10 മീറ്ററോളം ക്യാമറ താഴെ. GoPro ഫുള്ള് സെറ്റല്ലേ? എവിടെ എത്തിക്കുന്നു? ക്യാമറ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ വിഷയമൊക്കെ പോയി. അപ്പോൾ ഇത് പുറത്തും വരാതെ നമുക്ക് മോളിൽ താഴ്ത്തി നോക്കി ക്യാമറ വെള്ളത്തിലിറക്കിയിട്ട് മോളിലെത്തിക്കണം. അപ്പോൾ സാവധാനം ഇറക്കി നോക്കുക. ഏതൊക്കെ ടോർച്ചിനെ വെച്ചുകൊണ്ട് ക്യാമറ കാണുന്നു. ഏകദേശം 30 അടിയോളം ബാക്കിയത്.
പറയുന്നത്